പ്രൈസ് ദി ലോർഡ്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. സ്തോത്രം. ഈ നല്ല പകൽക്കാലം വിശുദ്ധ ആരാധനയിൽ ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി എന്നോട് പറയുവാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തെ ഒന്ന് വിചിന്തനം ചെയ്ത് നാം ദൈവത്തോട് അടുക്കണം. എന്താണ് അതിൻ്റെ 1-ാം വാക്യം പറയുന്നത്? അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത നമ്മുടെ മുൻപിൽ വെളിപ്പെടുവാൻ സമയമായി. നമ്മുടെ കർത്താവ് വരുവാൻ കാലമായി. ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവ് വരും 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 എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കർത്താവ് വന്നില്ലല്ലോ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായി പറയട്ടെ, കർത്താവ് വരുവാൻ താമസിക്കുന്നത്, സ്തോത്രം, നീ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ ഒരവസരം കൂടി നിനക്ക് തരുവാൻ വേണ്ടിയാണ് കർത്താവ് വരുവാൻ താമസിക്കുന്നത്. അതുകൊണ്ട് താമസിക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് വരികയില്ലെന്നും കർത്താവിൻ്റെ വചനം അതുപോലെ സംഭവിക്കുകയില്ല എന്നും നീ വിശ്വസിക്കരുത്. എൻ്റെ കർത്താവ് തൻ്റെ വചനത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൻ്റെ ശിഷ്യന്മാർ ലോകത്തിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ കർത്താവ് വരും. ലോകത്തിലെ അനർത്ഥ സംഭവങ്ങൾ പലതും അത് വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നോട് ഇന്ന് പകൽക്കാലം പറയുവാനുള്ളത്, എൻ്റെ കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഒരിക്കൽ കൂടി നീ മനസ്സ് പുതുക്കി ദൈവത്തോട് അടുക്കുവാൻ തയ്യാറാകുക. അടുത്ത വാക്യം. നമ്മുടെ പിതാക്കന്മാർ നിദ്ര കൊണ്ടു. സ്തോത്രം. അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ സർവശക്തനായ ദൈവം പറയുകയാണ്, ഇതെല്ലാം മാറിപ്പോകും. നിന്റെ കണ്ണിന് കാണുന്നത്, നിന്റെ ചെവിക്ക് കേൾക്കുന്നത്, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നത് എല്ലാം നിന്നെ വിട്ടു പോകും. ആകാശവും ഭൂമിയും മാറിപ്പോകും. എന്നാൽ മാറിപ്പോകാത്ത ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അതുപോലെ സംഭവിക്കും. അത് സംഭവിക്കേണ്ടത് കാലം അടുത്തിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവപൈതലേ, ഉണർന്ന് തല ഉയർത്തി ദൈവത്തിങ്കലേക്ക് നോക്കുക. എൻ്റെ കർത്താവിൻ്റെ വരവ് വാതിക്കലായിരിക്കുന്നു. എൻ്റെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വേഗം വരും. അതുകൊണ്ട് ഉണർന്നും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒരുങ്ങിയിരിക്കാൻ ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. അടുത്ത വാക്യം. സ്വന്തം മോഹങ്ങളെ അനുസരിച്ചു നടക്കുന്ന പരിഹാസികൾ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി എഴുന്നേറ്റു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അപ്പനും അമ്മയും പറയുന്നത്, മുതിർന്നവർ പറയുന്നത്, ദൈവവചനം പറയുന്നത് കേട്ട് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്ന ഒരു തലമുറയാ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ തലമുറയിൽ പെടാതെ നിന്റെ തലമുറ ദൈവത്തിന് പ്രസാദമായി ഇരിക്കുന്നതോർത്ത് നീ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇടിവ് നിൽപ്പാൻ നിനക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്റെ തലമുറ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തേ. നിന്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണെന്ന് നീ വിശ്വസിച്ചിട്ട് ആമേൻ പറ. അടുത്ത നോക്കിയാ സ്തോത്രം. ഈ കാണുന്ന ആകാശവും ഭൂമിയും ഭൂമിയുടെ മുകൾ പരപ്പിലുള്ള സർവചരാചരങ്ങളും മനുഷ്യനും ദൈവത്തിന് സൃഷ്ടിയാൽ ഉളവായതെങ്കിൽ സ്തോത്രം, അവയെല്ലാം മാറ്റപ്പെട്ടു പോയ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. അക്കാലമാണ് നോഹയുടെ ജലപ്രളയ കാലം. സ്തോത്രം. നോഹ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനായി നടന്നത് കൊണ്ട് സർവശക്തനായ ദൈവം ലോകത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ നീതിമാനായ നോഹയോട് പറഞ്ഞു, നോഹേ, ഈ ജനം മാനസാന്തരമില്ലാതെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിനും ദൈവവചനത്തിനും വിരോധമായി മാറിയത് കൊണ്ട് ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോകുക. അതുകൊണ്ട് നീ ലോകത്തിൽ ചെന്ന് പറയണം, ഞാൻ ഭൂമിയെ മഴ കൊണ്ട് നശിപ്പിക്കാൻ പോകുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുമെന്ന് പ്രസംഗിക്കണം. നോഹ ദൈവത്തിന്റെ ആലോചന കേട്ട് ലോകത്തിലൊക്കെയും പോയി ജനത്തോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആലോചന അറിയിച്ചത് നോഹയെ അറിയിച്ചപ്പോൾ കേട്ടവരെല്ലാം മഴ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് സ്തോത്രം നോഹയെ കളിയാക്കി. സ്തോത്രം. നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, ജലപ്രളയം വരും, അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കേണ്ടതിന് ഒരു പെട്ടകം പണിയണം. സ്തോത്രം. പെട്ടകം പണിതത് നോഹയുടെ ബുദ്ധിക്കകത്ത് വന്ന കണക്ക് പ്രകാരമല്ല, സർവശക്തനായ ദൈവം പറഞ്ഞു കൊടുത്ത കണക്ക് പ്രകാരമാ. ദൈവം നിന്നോട് പറയുന്നത് അനുസരിച്ച് നീ യാത്ര ചെയ്താൽ നിന്റെ വഴിയിൽ ഒരു പിഴവുണ്ടാവത്തില്ല, നിന്റെ തലമുറ നഷ്ടപ്പെട്ടു പോകത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം നീ ചെയ്യുമ്പോൾ നിന്റെ കുഞ്ഞ് ഉയർത്തപ്പെടും, അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൂട്ടാളി ശുഭമായും സുഖമായിരിക്കും. വഴിയിൽ പതിയിരുന്ന് തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു അനർത്ഥ ശക്തികളും ഒരു പതിയിരിപ്പ് ശക്തികളും നിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളെയോ നിന്റെ കൂട്ടാളിയോ തൊടുവാൻ ഇടവരത്തില്ല. നോക്ക്, ദൈവം പറഞ്ഞ കണക്കനുസരിച്ച് നോഹ പെട്ടകം പണിതു. വായിച്ചോ. Praise the Lord. ഓക്കെ, അന്ന് മാനസാന്തരപ്പെടാതെ ജനം നശിച്ചു പോയി. നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു. എന്നാൽ പറയട്ടെ, അന്ന് നോഹ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു യാഗമർപ്പിച്ചു. സ്തോത്രം. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ട് നോഹയോട് പറഞ്ഞു, നോഹേ, നിന്റെ സമർപ്പണവും നിന്റെ പ്രാർത്ഥനയും നിന്റെ യാഗത്തിലും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി ജലത്താൽ ഈ ഭൂമിയെ ഞാൻ നശിപ്പിക്കുകയില്ല. സ്തോത്രം. എന്നിട്ട് ദൈവം നോഹയോട് പറയുകയാണ്, ആകാശത്തെ കാർമേഘം മൂടുമ്പോൾ നീ നോക്കി ഭയപ്പെടണ്ട. ആ സമയത്ത് ഞാൻ വാനത്തിൽ ഒരു വില്ല് വിരിക്കും. അത് എൻ്റെ നിയമവും നീയുമായിട്ടുള്ള നിയമത്തെയും ഓർക്കുന്നതായിരിക്കും. അത് കാണുമ്പോൾ നീ ദൈവത്തിന് മഹത്വം കൊടുത്താൽ മതി. ഞാൻ മഴ കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ല. സ്തോത്രം. വില്ല് വിരിച്ച് മനുഷ്യരോടുള്ള ഉടമ്പടി
സർവശക്തനായ ദൈവം തൻ്റെ നിലവിളിയുടെ മുൻപിൽ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ നിന്നോട് പറയട്ടെ, നിന്നോട് ചെയ്ത വാഗ്ദത്തമുണ്ടല്ലോ, നിന്റെ തലമുറയോട് ചെയ്ത വാഗ്ദത്തമുണ്ടല്ലോ, അത് ഒരിക്കലും മാറിപ്പോകത്തില്ല. അവൻ ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞ് നിന്നെ കരം പിടിച്ച് നടത്താമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കൂട്ടാളിൽ രോഗം മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ കടഭാരം മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ അത് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്റെ ജീവിതത്തിൽ വരുന്നാൾ വരെയും ഒരനർത്ഥവും വന്നു ഭവിപ്പാൻ എൻ്റെ ദൈവം ഇടവരുത്തത്തില്ല. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് നല്ല മഹത്വം കൊടുത്ത് സ്തോത്രം. അന്ന് ദൈവം മനുഷ്യനോട് ഉടമ്പടി ചെയ്തെങ്കിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇതാണ്: ഇനി ഞാൻ വെള്ളം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കത്തില്ല. ശേഷിക്കുന്ന നാളിൽ ഭക്തി വിരുദ്ധമായി നടക്കുന്നവരുടെ പ്രവൃത്തിയാണെങ്കിൽ ഞാൻ അവരെ തീ കൊണ്ട് നശിപ്പിക്കും. Praise the Lord. Praise the Lord. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അങ്ങനെ ഒരു തീ കൊണ്ട് നശിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആ തീ എത്ര വലിയതായിരിക്കും? സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് സ്കൈലാബ് എന്ന് പറഞ്ഞ ഒരു ഉപഗ്രഹം നിങ്ങൾക്ക് ഓർമ്മയുടെ നിരത്തിൽ, നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു ആ സമയത്ത്, അത് ഞങ്ങൾക്ക് അത് ഓർമ്മയുള്ളൊരു കാര്യമാണ്. കാരണം സ്കൈലാബ് ആകാശത്തിലേക്ക് വിക്ഷേപിച്ചിട്ട് അത് ഭൂമി നിലംപതിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ശാസ്ത്രലോകം മുഴുവനും ഭയപ്പെട്ടു. അങ്ങനെ അത് ഭൂമിയിൽ നിലംപതിച്ചാൽ നല്ലൊരു ശതമാനം ഭൂമി മണ്ണിനടിയിലേക്ക് പോകും. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴും. അതുകൊണ്ട് ശാസ്ത്രലോകം ഭയപ്പെട്ടു, മനുഷ്യർ ഭയപ്പെട്ടു. എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയാതെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അന്ന് ഓടി. എന്നാൽ സർവശക്തനായ ദൈവം ഒരു സ്കൈലാബ് കൊണ്ടല്ല ഭൂമിയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞത്, തീ കൊണ്ട് നശിപ്പിക്കും. പറയാമോ? തീ കൊണ്ട് നശിപ്പിക്കും. സ്തോത്രം. ഓ ചുമ്മാതിരി പാസ്റ്ററെ, ഞങ്ങളെ വരട്ടാതെ പാസ്റ്ററെ, അങ്ങനൊന്നും സംഭവിക്കത്തില്ല പാസ്റ്ററെ. സ്വത്രം. ഞങ്ങൾ അന്നേരം ചന്ദ്രമണ്ഡലത്തിൽ പോയി താമസിക്കും പാസ്റ്ററെ. സ്വത്രം. നമ്മുടെയൊക്കെ ചിന്ത അതല്ലേ? സ്തോത്രം. ഭൂമി കുഴിച്ച് ഭൂമിക്കടിയിൽ താമസിക്കും, ഞങ്ങൾ ചന്ദ്രമണ്ഡലത്തിൽ പോയി താമസിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, നക്ഷത്രങ്ങളുടെ ഇടയിൽ നീ കൂടുവെച്ചാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന്. കാരണം സർവശക്തൻ പറയുക, നിന്റെ ബുദ്ധിക്കും ശക്തിക്കും കഴിവിനും അപ്പുറത്ത് നീ ചിന്തിക്കും, പക്ഷേ അത് നിന്റെ ബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എൻ്റെ സന്നിധിയിലുണ്ട്. അതുകൊണ്ട് കുഞ്ഞെ, നീ നിന്റെ ബുദ്ധിയല്ല നോക്കേണ്ടത്, ദൈവത്തിന് ശക്തി നിന്നിൽ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി സർവശക്തനായ ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. നക്ഷത്രങ്ങളിടയിൽ കൂടുവെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് സർവശക്തനായ ദൈവം മനുഷ്യരോട് പറഞ്ഞെങ്കിൽ, എന്നാൽ നീയോ പാർക്കുവാൻ പോകുന്നത് നക്ഷത്രങ്ങളുടെ ഇടയിലല്ല, സ്വർഗാദി സ്വർഗങ്ങളിൽ എൻ്റെ കർത്താവ് വാസം ചെയ്യുന്ന അവന്റെ സന്നിധിയില നീ പോകാൻ പോകുന്നത്. അത് നൊടി നേരം കൊണ്ട് എൻ്റെ മക്കളെ ഇവിടെ കയറി വരുവിനെന്ന് കർത്താവ് മധ്യാകാശത്ത് വിളിക്കുമ്പോൾ കണ്ണിമയ്ക്കും നേരത്ത് നീ പറഞ്ഞവരെ സന്ധി ചെല്ലും. ഇനി ആകാശത്തിൽ കിടക്കുന്ന എല്ലാ രാജ്യങ്ങളെയും റോക്കറ്റുകൾ, സ്തോത്രം, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. സ്വത്രം. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ എത്ര റോക്കറ്റ് മേലോട്ട് വിട്ടിട്ടുണ്ടെന്നറിയാമോ? സ്വത്രം. ഇതിൽ ഒരെണ്ണം വീണാൽ മതി, ഇന്ത്യയും ചൈനയും കൂടെ കത്തിപ്പോകും. സ്വത്രം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, സ്തോത്രം, നെറ്റ് ഇല്ല, ചില സമയത്ത് നെറ്റില്ല. ഈ ഫ്ലൈറ്റ് പറന്നു പോകുമ്പം ആ ഫ്ലൈറ്റിൻ്റെ ആ റേഡിയേഷൻ പവറിൽ നമ്മുടെ മൊബൈലൊക്കെ സ്റ്റക്ക് ആവാറുണ്ട്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആകാശത്ത് കിടന്ന് കറങ്ങുന്ന സാറ്റലൈറ്റുകളുടെ പ്രവർത്തനം ഒരു സെക്കൻഡ് നിലയ്ക്കും. ശാസ്ത്രലോകം നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അവർ തന്നെ പറയുന്നുണ്ട് ഇത് സംഭവിക്കുമെന്ന്. സ്തോത്രം. ആകാശത്തിൽ പറന്ന് നടക്കുന്ന സ്തോത്രം റോക്കറ്റുകൾ, സ്തോത്രം, ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും പഠിക്കുവാൻ ഇവിടെ നിന്ന് മേലോട്ട് വിട്ട സാധനങ്ങൾ അവിടെ ഒരു സെക്കൻഡ് നിലച്ചാൽ ഇതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്ന് കൂട്ടിയിടിക്കും. കൂട്ടിയിടിച്ചാൽ അത് തീയായി ഭൂമിയിലേക്ക് വർഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഭൂമി സെക്കൻഡുകൾ കൊണ്ട്
കരിഞ്ഞ് ഇല്ലാതെയാകുമോ? ഹല്ലേലൂയ പറയെങ്കിൽ പറ സ്തോത്രം. നമ്മുടെ ചിന്ത എന്തുവെന്നറിയാമോ? ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. നമുക്ക് പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുക, ഈ ഭൂമി തീക്കായി ശേഷിപ്പിച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ആ തീയുടെ നടുവിൽ വെന്തു പോകാനല്ല എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത്. തീയുടെ നടുവിൽ നിന്ന് എഴുന്നേറ്റു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാ. അങ്ങനെയാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ തീ ഉണ്ടല്ലോ, അത് ഈ ലോകത്തിലെ തീക്ക് കെടുത്തി കളയാൻ കഴിയാത്തതാ. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് ഈ ലോകത്തിലെ തീക്ക് കെടുത്തി കളയാൻ കഴിയാത്തതാ. ആ തീ നിന്റെ മേലുള്ളിടത്തോളം കാലം ആകാശത്തിലെ തീ താഴെ വരുമ്പോൾ നീ മേലേക്ക് പറന്നുയരും. എൻ്റെ കർത്താവ് നിന്നെ അതിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തത്. ഈ ലോകത്തിൽ കാണുന്നെല്ലാം നഷ്ടപ്പെട്ടു പോകും, എന്നാൽ സ്വർഗം നിന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് നീയും നിന്റെ തലമുറ പ്രാപിക്കും. ഈ ഭൂമിയിൽ നീ ഒരു ദരിദ്രനായി ജീവിക്കേണ്ടി വരത്തില്ല. നീ അനുഗ്രഹിക്കപ്പെട്ടവനായി സർവശക്തനെ ഉയർത്തി മാനിക്കും. വചനം വ്യക്തമായി പറയുന്നത് ഭൂമിയിലും സ്വർഗത്തിലും നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അങ്ങനെയെങ്കിൽ ആ അനുഗ്രഹം തരുവാനാ കർത്താവ് നിന്നെ വിളിച്ചതും ഇന്ന് പകൽക്കാലം നീ അവൻ്റെ സന്നിധി വന്നതും. അത് നീ പ്രാപിക്കുമെന്ന് വിശ്വസിക്ക്. ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ, എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കണമെന്ന് പറ. ആമേൻ പറ. അടുത്ത വാക്യം. സ്വത്രം ഭക്തി കെട്ട സ്വത്രം മനുഷ്യന്റെ ന്യായവിധിക്കായി ഭൂമി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കാതെ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോകത്തിനും മനുഷ്യർക്കും ഒരുപോലെ ശാപമായി തീർന്ന ഭക്തിവിരുദ്ധമായി പ്രവർത്തിക്കുന്ന അവരുടെ നാശം അടുത്തിരിക്കുക. എന്നാൽ നീയോ എന്നേക്കും നിലനിൽക്കും. കാരണം എന്തെന്നറിയാമോ? നീ ഈ ലോകത്തിൽ ഉള്ള വ്യക്തി അല്ല. ഈ ലോകത്തിൻ്റെ രക്തമല്ല നിന്റെ ശരീരത്തിൽ ഓടുന്നത്. കാൽവറി ക്രൂശിൽ 3 കാരരുമ്പാണികളാൽ നിനക്ക് വേണ്ടി ചൊരിയപ്പെട്ട പുണ്യഹ രക്തത്തിൻ്റെ മറുവിലയായി നിന്നെ വീണ്ടെടുത്തത് കൊണ്ട് ഈ ലോകത്തിലുള്ള വ്യക്തിയല്ല, നീ സ്വർഗീയൻ്റെ മക്കളാ. ആ സ്വർഗീയൻ്റെ മക്കളായ നീ സ്വർഗത്തിന് അവകാശി ആയതുകൊണ്ട് ഈ ഭൂമിയിൽ പട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. അന്ത്യകാലത്ത് ഇതൊക്കെ സംഭവിക്കുമോ? അന്ത്യകാലത്തിൻ്റെ ലക്ഷണം എന്തൊക്കെയാണെന്ന് ഒരു പരിധിവരെ നമ്മൾ കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും വചനം എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. സ്തോത്രം. വായിക്കാം. ഹോശയ്യയുടെ പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യം. സ്തോത്രം. ഹോശയ്യയുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം. പ്രൈസ് ദി ലോർഡ്. എടുത്തവർക്ക് പെട്ടെന്ന് വായിക്കാം. സ്തോത്രം. ഹോശയ്യ 4:1-2 വാക്യം. സ്തോത്രം. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയ്ക്ക് ദേശനിവാസികളൊരു വ്യവഹാരമുണ്ട്. ദേശത്ത് എന്തില്ല? സത്യമില്ല. സ്തോത്രം. ശരിയല്ലേ? ദേശത്ത് സത്യമുണ്ടോ? സ്തോത്രം. കള്ളത്തരങ്ങളും കാപട്യങ്ങളും കരിഞ്ചന്തകളും കൊള്ളത്തരങ്ങളും കൊള്ളരായ്മകളുമല്ലേ നമ്മുടെ ചുറ്റുപാടുകൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വചനം പറയുന്നു, ഹോശയ്യ പറയാ, ദേശത്ത് സത്യമില്ല. അടുത്ത ദയയില്ല. സ്തോത്രം. കൂടപ്പിറപ്പിനോട് പോലും ഒരു ദയയില്ലാതെ മനുഷ്യൻ ജീവിതം നയിക്കുക. അടുത്ത ഒരു പരിജ്ഞാനവുമില്ല. ഇതെൻ്റെ അപ്പനാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ കൂടപ്പിറപ്പാണ്, ഇത് എൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ സഹോദരിയാണ് എന്നുള്ള ഒരു പരിജ്ഞാനം ആർക്കില്ല? മനുഷ്യനില്ല. സ്തോത്രം. സ്തോത്രം. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ പരിജ്ഞാനം നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു മാറി ലോകത്തിൻ്റെ മോഹങ്ങളിൽ വീണ് തകരുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൽ ആശ്രയിച്ചാൽ നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. അടുത്തേ. സ്തോത്രം. അവർ ആണയിടുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് ഓർത്ത്, കുഞ്ഞെ നീ അത് പറഞ്ഞത് ശരിയായില്ല, കുഞ്ഞെ നീ അവനോട് അങ്ങനെ ചെയ്തത് ശരിയായില്ല, മോളെ നീ അവിടെ പോയത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, സ്തോത്രം, അതിനെ മൂടി വെക്കേണ്ടതിന്
ആണയിടുക. യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ലേ, ഞാനങ്ങനെ ചെയ്തിട്ടില്ലേ, ദൈവത്തിലാണ്, അവിടുത്തെയാണ്, ഇവിടുത്തെയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ എല്ലാം ഇരിക്കുന്നതിനെ പിടിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങ് ആണയിടുക. സ്വത്രം. എൻ്റെ ജീവിതത്തിൽ ദൈവവചനമുണ്ടെങ്കിൽ നീ അങ്ങനെ ആണയിടത്തില്ല. കാരണം ദൈവത്തിനൊന്നും മറവല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നീ വിശ്വസ്തോടെ നില്ല്, നീ ഉയർത്തപ്പെടും. അവിടത്തെ സ്വത്രം. നാക്കെടുത്താൽ സത്യം പറയത്തില്ല. സ്വത്രം. ഈ ലോകം ഇന്ന് കള്ളത്തരത്തിന്റെ നടുവിലൂടെ ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് വാതുക്കലായിരിക്കുന്ന തെളിവാണ്. അടുത്ത സ്വത്രം. വായിച്ചോ. സ്തോത്രം. നോക്ക്, ഇങ്ങനെ പാപത്തിന്റെ പ്രവർത്തികൾ ചെയ്ത് മനുഷ്യൻ ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിനും ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും വിരോധമായി മാറുകയാ. സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിക്കാം. 2 തിമോത്തിയോസ് 3:1-5 വരെ. സമയം മുമ്പില്ലാത്തത് പെട്ടെന്ന് ഓടിച്ചു പോകാം. സ്തോത്രം. 10 മിനിറ്റും കൂടെ നമ്മുടെ മുമ്പിലുള്ള. സ്തോത്രം. 2 തിമോത്തിയോസ് സ്തോത്രം 3:1-5 വരെ. സ്തോത്രം. അന്ത്യകാലമായത്. കാരണം ലോകത്തിലെ സംഭവങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് കർത്താവിന്റെ വരവ് വാതുക്കലായിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വ്യക്തമായി വിളിച്ചു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. സ്വത്രം. സഹോദരങ്ങളെ, നാം നടന്നു പോകുമ്പോൾ നാം തളർന്നു വീണ് മരിക്കുന്നു. സുഖമായി കിടന്നുറങ്ങുന്ന നാം ഉണരാതെ സൈലന്റ് അറ്റാക്ക് വന്ന് മരിക്കുന്നു. സ്തോത്രം. ഒഴിഞ്ഞു പോയിട്ടും റോഡിൽ പോകുന്ന വാഹനം നമ്മുടെ നേരെ വന്ന് ഇടിച്ച് നമ്മൾ പലരും മരിക്കുന്നു. എന്നാൽ ഇതിലൊന്നും പെടുത്താതെ സർവശക്തനായ ദൈവം എന്തുകൊണ്ടാണെന്നറിയാമോ നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കൂട്ടാളിയെയും സൂക്ഷിച്ചിരിക്കുന്നത്? നിന്റെ ഹൃദയം നീ ദൈവത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാ, നീ ദൈവസന്നിധിയിൽ കരയുന്നത് കൊണ്ടാ, നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കൊണ്ടാ. കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കൂട്ടാളിയെ കാത്തുകൊള്ളണമേ എന്ന് നീ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പറയുന്നത് കൊണ്ട് സർവശക്തനായ ദൈവം നിന്നെ തന്റെ ചിറകിന്റെ മറവിൽ മറച്ചിരിക്കുക. സങ്കീർത്തനം 91:10-11 പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നീ അത്യുന്നതനിൽ ആശ്രയിക്കുന്നത് കൊണ്ട്. കേട്ടെ. സ്തോത്രം. ആമേൻ. നന്ദി കെട്ടവർ, സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പു പറയുന്നവർ, ഏഷണിക്കാർ. സ്തോത്രം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? സ്വന്തം നിലനിൽപ്പിനു വേണ്ടി. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ എത്ര നിൽക്കാൻ ശ്രമിച്ചാലും ദൈവം നിന്നെ നിർത്തിയില്ലെങ്കിൽ കുഞ്ഞെ, നീ ആഗ്രഹിക്കുന്നതൊന്നും നീ പ്രാപിക്കത്തില്ല. സ്തോത്രം. എന്തെല്ലാം നേടി നിന്റെ ജീവിതത്തിൽ അനുഭവിക്കാമെന്ന് നീ ആഗ്രഹിച്ചാലും ദൈവം നിനക്ക് തരാത്തതാണെങ്കിൽ അത് നീ അനുഭവിക്കാൻ ഉള്ള ഭാഗ്യം ലഭിക്കത്തില്ല. ലോകത്തിൽ നാം പലരെയും കണ്ടുവരുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് ഒരു ലോട്ടറി അടിച്ചു. സ്തോത്രം. അത് അന്ന് 15 ലക്ഷമായിരുന്നു. സ്തോത്രം. കുറെ വർഷങ്ങൾക്ക് മുമ്പ്. സ്തോത്രം. ലോട്ടറി അടിച്ചപ്പം അവൻ പറഞ്ഞു, ഓ എനിക്ക് അനുഗ്രഹമായി, ഞാൻ ഭാഗ്യം ചെയ്തവനാ. എത്ര ലക്ഷം പേര് ലോട്ടറി എടുത്തിട്ടും അടിക്കാതെ എനിക്കടിച്ചല്ലോ. വിളക്കോട്ടത്തിന് ടൗണിലുള്ള ഒരു വസന്തൻ എന്ന് പറഞ്ഞ സഹോദരനാ. സ്തോത്രം. അവൻ പറഞ്ഞൊരു കാര്യം, എന്നാൽ 1 വർഷം പോലും ആ പൈസ കൊണ്ട് അവന് ജീവിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഇന്ന് ഒടുവിൽ അവൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. നോക്ക്, ലക്ഷങ്ങൾ തൻ്റെ കരത്തിൽ കിട്ടിയപ്പോൾ തന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയത്തിൽ അവൻ ആശ്രയിച്ചു. സ്തോത്രം. ഞാൻ, എൻ്റെ, ഞങ്ങളുടെ എന്നുള്ള ചിന്ത അവൻ്റെ അകത്ത് വന്ന് ഒന്നുമല്ലാതിരുന്ന എനിക്ക് ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ സ്വയത്തിൽ ആശ്രയിച്ചപ്പോൾ അവനത് പ്രയോജനപ്പെടാതെ പോയെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി ദൈവമക്കളെ പറയട്ടെ, ഒരു ഗ്ലാസ് വെള്ളം നിനക്ക് കിട്ടിയാൽ, ഒരു 10 രൂപ നിനക്ക് കിട്ടിയാൽ, നീ ഭവനം വിട്ടു പോയിട്ട് നിന്റെ വീട്ടിലേക്ക് നീ മടങ്ങി വരാൻ ദൈവം സഹായിച്ചാൽ ദൈവത്തിന്
ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് സ്തുതി കരയറ്റണം, ദൈവത്തിന് ആരാധന കൊടുക്കണം. ദൈവത്തിന്റെ വചനം നിന്നെ ജീവനോടെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. വചനം വ്യക്തമായി പറയുന്നത്, വാർദ്ധക്യവും നരയും ഉള്ള കാലവും നിന്നെ ഞാൻ കൈവിടത്തില്ല. സ്തോത്രം. മോഹ പറയുന്നുണ്ട്, മോശ പറയുന്നുണ്ട്, പണ്ടത്തെ നാളുകളെ പോലെ ഇപ്പോഴും എനിക്ക് ആ കൃപയും ബലവും ഉണ്ടെന്ന്. ഇന്ന് പകൽക്കാലം പറയട്ടെ, കഴുകൻ തന്റെ യൗവനത്തെ പുതുക്കി പ്രാപിക്കുന്നത് പോലെ കുഞ്ഞേ, നീ തളർന്നു വീഴാതെ ബലത്തോടെ ഓടുന്നതും നടക്കുന്നതും നിന്നെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുള്ളത് കൊണ്ടാ. അതുകൊണ്ട് ഭയപ്പെടണ്ട, സർവശക്തന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്ക്. വായിക്കാം. സ്തോത്രം, സ്തോത്രം. പൗലോസ് 2 തിമോഥെയോസ് ലേഖനം 4:7-8 വാക്യം. സ്തോത്രം. പൗലോസ് പറയുകയാണ്, ഈ ജീവിത യാത്രയിൽ ഈ കാണുന്നതിൻ്റെ ഒക്കെ പിന്നാലെ ഞാൻ പോകാതെ എൻ്റെ കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ ഞാൻ തയ്യാറായി. അക്കാലഘട്ടത്തിൽ പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായി വാഴുന്ന സന്നദ്ധി സംഘത്തിലെ മെയിൻ ആളായിരുന്നു. ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ച ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ആ സന്നദ്ധി സംഘത്തിന്റെ തലവനായിരുന്നു. ആ പൗലോസിനെ സർവശക്തനായ ദൈവം തൊട്ടപ്പോൾ അവൻ പറയുക, ഈ ലോകത്തിലുള്ളതെല്ലാം ഞാൻ ചപ്പും ചവറും എന്നെണ്ണി ഞാൻ എൻ്റെ കർത്താവിനെ പിൻപറ്റിയത് കൊണ്ട് എനിക്ക് അവസാന നിമിഷത്തിൽ പറയുവാനൊന്നുണ്ട്, ഞാൻ നല്ല പോർ പൊരുതു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാൻ ദൈവത്തെ കണ്ടതു മുതൽ എനിക്കൊരുറപ്പുണ്ട്, ഞാൻ ഓടിയ ഓട്ടം വൃഥ അല്ല, എൻ്റെ വിശ്വാസം വെറുതെ അല്ല. ഞാൻ പ്രാപിച്ചത്, ഞാൻ നേടിയത്, ഞാൻ അനുഭവിച്ചത് നിങ്ങൾക്ക് ആർക്കും ലഭിക്കാത്ത ഒരു സ്വർഗീയ അനുഗ്രഹമാ. അത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി പോരാടും. എൻ്റെ ദൈവത്തോട് കൂടെ ഞാൻ നിൽക്കും. എൻ്റെ ദൈവത്തിന്റെ മഹത്വം ഞാൻ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കും. പൗലോസ് പറയുക, കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു, എങ്കിലും ഞാൻ നല്ല പോർ പൊരുതു. എത്ര പേർക്ക് പറയാൻ കഴിയും? സ്വത്രം. വിശ്വാസം കാത്തു. സ്വത്രം. ഓട്ടം തികച്ചു. സ്വത്രം. തൻ്റെ വാർദ്ധക്യം തന്നെ കടന്നു പിടിച്ചപ്പോഴാ താൻ പറയുന്നത്, ഞാൻ ഓട്ടം തികച്ചു. വിശ്വാസം ഞാൻ തള്ളിക്കളഞ്ഞില്ല. പ്രതികൂലം വന്നു, കഷ്ടം വന്നു, സാമ്പത്തിക നഷ്ടം വന്നു, വഴിയിൽ തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു, പലയിടത്തൊന്നും അടിയും ഇടിയും വലിയ വലിയ കഷ്ടങ്ങൾ ഞാൻ അനുഭവിച്ചു. എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസം തള്ളിക്കളഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, കഷ്ടം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ വിശ്വാസം തള്ളിക്കളയാതെ എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ ഞാൻ സന്തോഷമായി യാത്ര ചെയ്യുമെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ പറയണം. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായി എൻ്റെ കർത്താവ് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവ് എന്ത് തന്നാലും അത് 2 കരമൊന്നിട്ട് സ്വീകരിച്ച് എൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ യാത്ര ചെയ്യുമെന്ന് ആര് പറയുമോ അവരുടെ കൂടെ അന്ത്യത്തോളം എൻ്റെ കർത്താവ് നിൽക്കുക തന്നെ ചെയ്യും. വായിക്കാം. സ്തോത്രം. മലാക്കി എഴുതിയ ലേഖനം, സ്തോത്രം, 2-ാം അധ്യായം 17-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. മലാക്കി എഴുതിയ ലേഖനം, സ്തോത്രം, 2-ാം അധ്യായം 17-ാം വാക്യം. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു. സ്തോത്രം. നാം പറയുന്നു, സ്തോത്രം, എന്നെ കർത്താവ് കരുതി, എന്നെ കർത്താവ് നടത്തി, എന്നെ കർത്താവ് ഇവിടത്തോളം കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വിപരീതമായി പലപ്പോഴും നാം സംസാരിച്ചു പോകുന്നു. ഇവിടെ പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ ദൈവത്തെ മുഷിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ മുഷിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു.
സ്തോത്രം. ദോഷം പ്രവർത്തിക്കുന്ന ഏവനും ദൈവത്തിന് പ്രസാദമുള്ളവനാ. ഞാനോ നീതിയോടെ നടന്ന് കഷ്ടത്തിൽ വീണ് കിടന്നിട്ടും ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റാതെ ദൈവത്തിൽ ആശ്രയിച്ചിട്ടും എനിക്കൊരു രക്ഷയില്ല. സ്തോത്രം. പറയാണ്, ദോഷം പ്രവർത്തിക്കുന്നവന് ഒരു കുഴപ്പമില്ല. സ്തോത്രം. ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ട്, നോക്ക്, അവനൊരു കുഴപ്പമില്ല, അവൾക്കൊരു കുഴപ്പമില്ല, പക്ഷേ നിനക്കെന്താ ഇങ്ങനൊരു പ്രശ്നം? എൻ്റെ കൂടപ്പുറപ്പ് എന്നോട് പറഞ്ഞ, എൻ്റെ മൂത്ത സഹോദരി എന്നോട് പറഞ്ഞതാ, എടാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, നിന്റെ കുഞ്ഞിന് ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ. സ്തോത്രം. പക്ഷേ ഞാൻ എൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. സ്തോത്രം. ഞാനത് കേട്ട് ചങ്ക് തകർന്നവനായി അകത്തേക്ക് കയറി ചെന്ന് റൂമിനകത്ത് കതകടച്ചിട്ട് തിരുവചനം എടുത്തിട്ട് ഞാൻ ദൈവത്തോട്, കർത്താവേ, ഈ വചനം ചുമന്നിട്ട് എനിക്കുള്ള തലമുറ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ പിന്നെ എന്തിന് ഞാൻ ഈ തിരുവചനം ചുമക്കണം? സർവശക്തനായ ദൈവം എന്നോട് പറഞ്ഞു, സ്തോത്രം, 3.5 വയസ്സുള്ള എൻ്റെ കുഞ്ഞു മരണത്തോട് മല്ലിടുമ്പോൾ സർവശക്തൻ പറഞ്ഞു, മോനെ, 91 സങ്കീർത്തനം 16 വാക്യമെടുത്ത് നീ വായിക്ക്, അത് വാഗ്ദത്തമായി ഞാൻ നിന്റെ തലമുറയ്ക്ക് തരും. അതിങ്ങനെയാ പറയുന്നത്. സ്തോത്രം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം വാക്ക് മാറിയില്ല. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം എൻ്റെ തലമുറമേൽ വെളിപ്പെടുത്തിയെങ്കിൽ കുഞ്ഞെ പ്രതിസന്ധി വരുമ്പം, പ്രതികൂലം വരുമ്പം, കഷ്ടം വരുമ്പോൾ കൂടുതൽ കൂടുതൽ നീ ദൈവസന്നിധിയിൽ അടുക്കുകയല്ലാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയാവരുത്. പിശാച് നിന്നെ പരീക്ഷിക്കുമ്പോൾ ഓർക്കണം, ഇയ്യോബ് പറഞ്ഞതുപോലെ യഹോവ തന്നതാ, അവന്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു വാക്ക് കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 12 വരെ. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വ പ്രത്യക്ഷത ഭൂമിയിൽ സംജാതമാകാൻ കാലമായിരിക്കുമ്പോൾ ലോകത്തിന്റെ സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരും. കർത്താവ് പറയാണ്, നിങ്ങൾ സകല ദുർമാർഗങ്ങളെയും വിട്ട് തിരിഞ്ഞ് എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരുമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, നിങ്ങളെ ചേർക്കുവാൻ. ഒരു നിമിഷം എല്ലാവരും ദൈവത്തിന് എഴുന്നേറ്റ് നിന്നാട്ടെ, ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മുടെ